പണം വർദ്ധിക്കാൻ, നമുക്ക് ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ സ്പിരിച്വൽ വഴിയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ സയ്യിദ് ഉമർ സഖാഫ്, ലൈഫ് കോച്ച് ആൻഡ് സ്പിരിച്വൽ ഹീലർ. നമ്മുടെ സ്കോളേഴ്സ്, സ്പിരിച്വൽ ഗുരുക്കന്മാർ ഒരുപാട് സംഗതികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്പെഷ്യലി മുസ്ലിം ബിലീവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതുപോലെ വളരെ വിദഗ്ധരായ ഉലമാക്കളിൽ നിന്നൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കടം വീടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഖുർആൻ പാരായണം ചെയ്യാൻ, ഖുർആൻ്റെ പ്രത്യേകമായ ഖുർആനിൽ നിന്നുള്ള ചില ആയത്തുകൾ പാരായണം ചെയ്യാൻ, ചില ദിക്റുകൾ പതിവാക്കാൻ, പ്രാക്ടീസ് ചെയ്യാനൊക്കെ നമ്മുടെ സ്വാലിഹീങ്ങൾ, ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കടം വീടാൻ സ്പിരിച്വൽ വഴിയിലൂടെ, ഇസ്ലാമിക് വേയിലൂടെ, ഇസ്ലാമിക് സ്കോളേഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം. നമ്മൾ പ്രധാനമായി ചെയ്യേണ്ട ചില സംഗതികളുണ്ട്. അതായത് നമ്മുടെ സ്പിരിച്വൽ ഗുരുക്കന്മാർ, പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്കോളേഴ്സ്, വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ചില ദിക്റുകൾ, വളരെ പ്രധാനപ്പെട്ട അയിമത്ത് പഠിപ്പിച്ച ദിക്റുകൾ, അത് പ്രാക്ടീസ് ചെയ്യലിലൂടെ നമുക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒരുപാട് ആളുകൾക്ക് ഈ കാര്യം പ്രാക്ടീസ് ചെയ്ത് കടം വീടിയ ഒരുപാട് എക്സ്പീരിയൻസ് പലപ്പോഴും പറയാനുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇസ്ലാമിക് ഹീലറായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് പല ആളുകളും എന്നെ സമീപിക്കാറുണ്ട്. കടം വീടാൻ എന്താ ചെയ്യേണ്ടത്? ഒരുപാട് മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ സ്പെഷ്യലി നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള കടം വീടാനുള്ള ചില നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അൽഹംദുലില്ലാ, അത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ആളുകൾ നമ്മുടെ കടം വീടി അൽഹംദുലില്ലാ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഫീഡ്ബാക്ക് പറഞ്ഞ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കടം വീടാൻ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിക് ഗ്രന്ഥങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് ഞാനിപ്പോൾ പറയുന്നത്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. സുഹൃത്തുക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദുആണ് കടം വീടാൻ. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നിങ്ങൾ ഒരു ദിവസം ഒരു 100 വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത്ഭുതം എന്ന് പറയട്ടെ, നിങ്ങളെ കടം അല്ലാഹു തആല വീട്ടിത്തരും ഈ ദിക്റിന്റെ, ഈ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട്. പ്രത്യേകിച്ച് കിതാബിൽ കാണാം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക് എന്ന ഈ ദിക്ർ വെള്ളിയാഴ്ച ദിവസം 70 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹു തആല കടം വീട്ടിത്തരുമെന്ന്. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ അല്ലാഹു തആല കടം വീട്ടിത്തരും. പിന്നെ കടം പെട്ടെന്ന് വീടാൻ കിതാബിൽ കാണുന്ന ഒരു വഴിയാണ് സൂറത്ത് ആലുംറാനിലെ 26-ാമത്തെ ആയത്ത് 40 ദിവസം, ഓരോ ദിവസം 40 പ്രാവശ്യം വീതം ഖിബിലക്ക് മുന്നിട്ട് നാം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ കടം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് വീടിത്തരുമെന്ന് നമുക്ക് കിതാബിൽ കാണാം. കടം കൊണ്ട് വലയുന്നവർ ചെയ്യേണ്ടത് 3 ദിവസം നോമ്പനുഷ്ഠിച്ച്, സുന്നത്ത് നോമ്പനുഷ്ഠിച്ച് 3 ദിവസങ്ങളിലായി യാ ഗനിയു എന്ന അള്ളാഹുവിൻ്റെ നാമം 1060 പ്രാവശ്യം ചൊല്ലിത്തീർത്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് കടം വീടിത്തരുമെന്ന് നമുക്ക് കിതാബിൽ കാണാം. പിന്നെ നമ്മൾ കടം വീടാൻ ചെയ്യേണ്ടത് കിതാബിൽ നമുക്ക് കാണുന്ന ഒരു വഴിയാണ് സൂറത്ത് തഹ്രീം പാരായണം ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ആ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, സൂറത്ത് തഹ്രീമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കടം അല്ലാഹു തആല വീട്ടിത്തരുമെന്ന് നമുക്ക് കിതാബിൽ കാണാം. പിന്നെ കടം വീടാനുള്ള ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇത് കടം ഉള്ളവർ ദിവസം 66 തവണ, അല്ലെങ്കിൽ കൂടുതൽ കടമുള്ള ആളുകൾ 366 തവണ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കടം വീട്ടിത്തരുമെന്ന് നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ കടം അല്ലാഹു വീട്ടിക്കൊടുത്തതായി അനുഭവത്തിൽ നമുക്ക് കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കടക്കെണിയിൽ അകപ്പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സൂറത്ത് ഇസ്രായിലെ 110-ാമത്തെ ആയത്ത് പതിവാക്കാനായിരുന്നു. ആ ആയത്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നിർദ്ദേശിച്ചിരുന്നത്. സ്വഹാബികൾ ഇതനുസരിച്ച് പ്രവർത്തിക്കുമായിരുന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. പിന്നെ സൂറത്തുൽ വാഖിയ വളരെ പൗരുഷമുള്ള ഒരു സൂറത്താണ്. കടമുള്ളവർ, സാമ്പത്തിക അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരൊക്കെ എല്ലാ ദിവസം പതിവാക്കേണ്ട ഒരു സൂറത്താണ്. ഈ സൂറത്ത് വുളുഓടുകൂടെ രാവിലെയും വൈകുന്നേരവും പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു തആല ദാരിദ്ര്യത്തെ തൊട്ട് തടയുകയും അവൻ്റെ കടങ്ങൾ അല്ലാഹു എത്രയും പെട്ടെന്ന് വീട്ടിക്കൊടുക്കുകയും ചെയ്യുമെന്ന് നമുക്ക് കിതാബിൽ കാണാൻ കഴിയുന്നു. പിന്നെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ചൊല്ലേണ്ട ഒരു പ്രധാനമായ ദുആ ഇതാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രി റിജാൽ. രാവിലെയും വൈകിട്ടും ധാരാളമായി ഈ ദുആ ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കടം വീട്ടിത്തരും. ഇങ്ങനെ കടം വീട്ടാൻ ഒരുപാട് വഴികൾ സ്വാലിഹികൾ നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇത് എല്ലാം പ്രാക്ടീസ് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ഈ പറയുന്നതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ദിവസം നിങ്ങൾ ഇടമുറിയാതെ പാരായണം ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, പതിവാക്കുകയാണെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരും. ഞെട്ടിക്കുന്ന റിസൾട്ട് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.